been walking heartache. I've made a mess of me. The person that I've been lately ain't who I wanna be. But you stay here right beside me. Watch as the storm goes through, and I need you. 'Cause God gave me you for the ups and downs. God gave me you for the days of doubt. For when I think I've lost my way, there are no words here left to say it's true. God gave me you. Gave me you. There's more here than what we're seeing. Divine conspiracy that you, an angel lovely, could somehow fall for me. You'll always be love's great martyr. I'll be the flattered fool, and I need you. Yeah, God gave me you for the ups and downs. God gave me you for the days of doubt. For when I think I lost my way, there are no words here left to say it's true. God gave me you. On my own I'm only half of what I could be. I can't do without you. We are stitched together, and what love has tethered, I pray we never undo. 'Cause God gave me you for the ups and downs. God gave me you for the days of doubt. Oh, God gave me you for the ups and downs. പരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം കാർമേഘത്തിനുള്ളിലും മിന്നും സൂര്യശോഭ കാണും കാർമേഘത്തിനുള്ളിലും മിന്നും സൂര്യശോഭ കാണും പരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം പരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല പരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം പരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെ അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഉല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടിയുയർത്തും. ഹോവാതന്റെ അപേക്ഷകളൊക്കെ നിവർത്തിക്കുമാറാകട്ടെ. അവ തന്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരവരളും. ചില രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. ഹോവേ രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരവരളയണമേ.
നമ്മുടെ പ്രിയ പൈതലിന്റെ ബാല്യം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുത്തു, ജോലി കൊടുത്തു. അവളുടെ ഭാവിയുടെ സമയത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവഹിത പ്രകാരം വിവാഹത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ച് ഇന്ന് ആ വിവാഹ നിശ്ചയത്തിനായി കടന്നു പോകുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആലോചനയും വലിയവനും പ്രവൃത്തിയും ശക്തനുമായ ദൈവം എല്ലാ നിലയിലും കർത്താവിനെ സഹായിക്കുവാൻ പ്രാർത്ഥിക്കുക. അവൾക്ക് നിശ്ചയിച്ചതായ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ആ കുടുംബ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും ദൈവത്തിന്റെ കൃപയും ഭവനം പണിയാതിരുന്ന പണിയറ അധ്വാനിക്കുന്നു. പട്ടണം കാക്കാതിരുന്ന കാവൽക്കാരൻ ജാഗരിക്കുന്നു. ദൈവം തന്നെ കാവൽക്കാരനായി പണിക്കാരനായി കൂടെ ഇരുന്ന് കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കുവാൻ പ്രാർത്ഥിക്കുക. ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയ മകളുടെ വിവാഹ സംബന്ധമായ എൻഗേജ്മെന്റ് സംബന്ധമായി ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. പ്രഭേദലിനെ ജനിച്ച കാലം മുതൽ ഇതേ നിമിഷം വരെ അത്ഭുതകരമായി നടത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠമായ ഭാവി ക്രമീകരണങ്ങൾ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഒരുക്കപ്പെട്ട ആ വിവാഹ ക്രമീകരണം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. കടന്നു വരുന്ന ജനത്തെ കൂട്ടിക്കൊണ്ടുവരണം. കൃത്യസമയത്ത് ശുശ്രൂഷിപ്പാൻ ദാസന്മാരെ നീ സഹായിക്കണമേ. ഇതെല്ലാം ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ കരകൾ സമർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും അങ്ങനെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ദൈവത്തിന് നന്മ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ. നീ അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി കർത്താവേ. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കരുണയും പ്രീതിയും വാത്സല്യമുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാവിലെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. സമയഭേദം കൂടാതെ തിരുമുഖത്തേക്ക് നോക്കുവാൻ ദൈവം ഇടയാക്കിയല്ലോ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ എളിയവർ നിലവിളിച്ച് ഹോവാ കേട്ടു. സകല കഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിച്ചു. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ ഒരു പകൽക്കാലം കൂടെ ദൈവം ദാനം തന്നതിനായി സ്തോത്രം. ഈ വാത്സല്യ ഭവനത്തെ ഓർക്കങ്ങളുടെ ദാസനായി ദാസികയായി പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവത്തിനോളം സഹായിച്ചു, കുടുംബജീവിതത്തെ ആദരിച്ചു, തലമുറകളെ കൊടുത്തു. അവർ ദൈവകൃപയിൽ വളർത്തുവാൻ ദൈവം കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. തലമുറയായി ഞങ്ങളുടെ സംഗീതവും ബലവുമായ ദൈവം അവരെ നടത്തി എല്ലാ വഴികൾക്കായി സ്തോത്രം. വിശേഷിയായ പൈതൽ വിശയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ അവളെ കണ്ടവനായ കർത്താവ്, ആരംഭത്തിൽ അവസാനം കാണുന്ന കർത്താവ് ഇന്നുവരെയും പ്രിയ പൈതലിനെ നടത്തിയതിനായി സ്തോത്രം. അവിടെ ബാല്യം നിങ്ങളെ പരിപാലിച്ചല്ലോ, വിദ്യാഭ്യാസം കൊടുത്തു, ജോലി കൊടുത്തു, ദൈവത്തോളം സൂക്ഷിച്ചു. കർത്താവുടെ യൗവനത്തിൽ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവഹിത പ്രകാരം പ്രിയപൈതൽ വിവാഹ കാര്യങ്ങൾ ക്രമീകരിക്കുവാനിടയായല്ലോ. ഇന്ന് പകൽക്കാല വിവാഹ നിശ്ചയം നടക്കുന്ന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സർവശക്തനായ ദൈവത്തിന് എല്ലാ കൃപയും അങ്ങയുടെ ദാസിയുടെ മേൽ പകരുവാൻ ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ആലോചന വലിയവനും പ്രവർത്തിയിൽ ശക്തനുമായ ദൈവമേ, അങ്ങയുടെ ദാസിക്ക് ആവശ്യമായ ദൈവത്തിന്റെ കൃപ ചൊരിയുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമം മഹത്വമെടുക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അതിൽ ആരോഗ്യം കൊടുക്കണം, ബലം കൊടുക്കണം, ദൈവകൃപ കൊടുക്കണം, ശാരീരിക നന്മകളും ആത്മീയ നന്മകളും കൊടുക്കണമേ. ദൈവശക്തിയാൽ പൈതലിനെ മറയ്ക്കുവാനോ നമ്മുടെ രക്തത്താൽ മുദ്രയുടെ അഭിഷേകത്താൽ സൂക്ഷിക്കുവാനോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പൈതലിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൈതൽ എന്തോ ഒരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളുടെ ദാസനായിടിയൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിന്റെ രക്തമടയാളമിട്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനെല്ലാം സൂക്ഷിക്കുവാൻ പ്രാർത്ഥനകൾക്കായി നിശ്ചയിക്കപ്പെട്ട പ്രാർത്ഥനയുടെ ദാസനെയും സഹായിക്കണം. അവരുടെ യാത്രയ്ക്കായി പ്രാർത്ഥന. രണ്ട് ഭാഗക്കാർ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. സാധിച്ച ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കാനാവിലെ കല്യാണത്തിലെ പോരായ്മകളെ പരിഹരിച്ചവരായ ദൈവം എല്ലാം ഭംഗിയായി ചെയ്യുവാൻ ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് തലമുറയ്ക്ക് ഓരോ പ്രിയപ്പെട്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ ഒരു വലിയ വിവാഹം നടക്കുവാൻ പോകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഒരുമിച്ച് അനുഗ്രഹിക്കും.
സ്നേഹിച്ച് പ്രാർത്ഥിക്കുന്നതിന് നാമം മഹത്വം എടുക്കണം. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേടുത്തരവള്ളുമാറാകണമേ. താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മളെല്ലാവരും വിശിഷ്യ ആദരിച്ചതുപോലെ പൈതലിനോടും താവലും വരവ് വരെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. The God who was, we worship the God who is, we worship the God who evermore will be. He opened the prison doors, He parted the raging sea. My God, He holds the victory. There's joy in the house of the Lord, there's joy in the house of the Lord today, and we won't be quiet. We shout out your praise. There's joy in the house of the Lord. Our God is surely in this place, and we won't be quiet. We shout out your praise. Oh, oh, oh. We shout out your praise. We sing to the God who heals. We sing to the God who saves. We sing to the God who always makes a way. 'Cause He hung up on that cross, then He rose up from that grave. My God, still rolling stones away. There's joy in the house of the Lord. There's joy in the house of the Lord today, and we won't be quiet. We shout out your praise. There's joy in the house of the Lord. Our God is surely in this place, and we won't be quiet. We shout out your praise. We were the beggars, now we're royalty. We were the prisoners, now we're running free. We are forgiven, accepted, redeemed by His grace. Let the house of the Lord sing praise. 'Cause we were the beggars, now we're royalty. We were the prisoners, now we're running free. We are forgiven, accepted, redeemed by His grace. Let the house of the Lord sing praise. There's joy in the house. There is joy in this house. There's joy in the house of the Lord today, and we won't be quiet. പ്രൈസ് ദി ലോർഡ്. ദയവായി എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കാം. ദയവായി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന പ്രിയപ്പെട്ട ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. ആ സന്ദർഭത്തിൽ IPC മാവേലിക്കര ശാലയ സഭയുടെ മുൻ ശുശ്രൂഷകനായ പാസ്റ്റർ CV ചാക്കോ മുൻപോട്ട് വന്ന് 112 സങ്കീർത്തനം വായിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. 112 സങ്കീർത്തനം വായിക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ചു കാണൂ. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കൂ. അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. യഹോവയെ സ്തുതിപ്പീൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ പാസ്റ്റർ പ്രസാദ് അവറുകളും പാസ്റ്റർ റജി അവറുകളും മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, മനസ്സിലുള്ള കർത്താവേ, നന്ദിയുള്ള ഹൃദയമായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം തിരുസന്നിധിയിൽ ഞങ്ങൾ കടന്നു വന്ന് കർത്താവിനെ ഈ നിലയിൽ മഹത്വപ്പെടുത്തുവാൻ
ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഈ നല്ല ഭാഗ്യത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വിശേഷിയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ ഈ പകൽക്കാലം അവിടുന്ന് സഹായിച്ചല്ലോ. ഈ ഒരു ഭാഗത്ത് നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന സഹോദരീസഹോദരന്മാരെയും ബന്ധുക്കളെയും ചർച്ചക്കാരെയും കർത്തൃദാസന്മാരെയും ഓർത്ത് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായ നിലയിൽ നടക്കുവാൻ പരിശുദ്ധാത്മാവിടെ സഹായിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനേകനായിരിക്കും നന്നല്ല എന്ന് കണ്ട് തക്കതായ തുണയെ ഒരുക്കി കൊടുത്ത കർത്താവേ, അവിടുന്ന് തക്ക സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിച്ച ദൈവമായിരിക്കയാൽ നന്ദിയോട് സ്തോത്രം. അവൻ അതതിൻ്റെ സമയത്ത് സകലവും ഭംഗിയായി ചെയ്യുന്നുവെന്ന് തിരുവചനത്തിൽ ഞങ്ങൾ കാണുന്നത് പോലെ സകലവും ഭംഗിയായി ചെയ്യുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ ശുശ്രൂഷകളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന കർത്തൃദാസനായി സ്തോത്രം. കർത്താവെ, തുടർന്നുള്ള ഓരോ പ്രോഗ്രാമുകളിലും ദൈവീയ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ അവിടെ സഹായിക്കണമേ. കർത്താവ് മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, അവിടുത്തെ പുത്രനെ ഉയർത്തുവാൻ ഈ പകൽക്കാലം ഞങ്ങൾക്ക് തന്ന നല്ല അവസരങ്ങൾക്കായി സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൻ്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തല്ലോ. പാസ്റ്റർ പി വൈരാജൻ പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു, തൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ ജെയിംസിന് വേണ്ടി കർത്താവ് ഇന്ന് പകൽക്കാലം ഒരുക്കിയ കർത്താവ് ജിസയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമി ശമലിച്ചനായി പ്രാർത്ഥിക്കുന്നു, അവരുടെ കുടുംബത്തിനായി സ്തുതിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങളിവിടെ നടത്തുന്ന ശുശ്രൂഷ കർത്താവെ, കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൻ്റെ നിശ്ചയമായി ഞങ്ങൾ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ ആലോചന വലിയവൻ പ്രവൃത്തി ശക്തിമാനുമായ കർത്താവെ, തക്ക സമയത്തെല്ലാം അനുഗ്രഹപൂർണമായി തീരുവാൻ ദൈവം കൃപ ചെയ്താണ്. കൂടപ്പെട്ട എല്ലാ മക്കൾക്കായി സ്തോത്രത്തിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മഹത്വം അങ്ങെടുക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദയവായി എല്ലാവർക്കും ഇരിക്കാം. ആ സന്ദർഭത്തിൽ കൊയർ ഒരു ഗാനം ആലപിക്കും. നമ്മളുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഇന്ന് സ്തുതിച്ചാട്ടെ. എല്ലാവരും ചേർന്ന് കർത്താവിനെ ഇന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അനുഗ്രഹീത സമയത്ത് ഒന്നിച്ചു കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുവാൻ, പാടുവാൻ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്നുള്ള ചില സമയങ്ങൾ നമ്മൾ ഒന്നിച്ച് കർത്താവിനെ പാടി സ്തുതിക്കാൻ പോവുകയാണ്. ഏതൊരു ക്രിസ്തീയ ശുശ്രൂഷയുടെയും ശ്രേഷ്ഠകരമായ കാര്യം ആ ശുശ്രൂഷകളിൽ കടന്നു വരുന്ന ദൈവസാന്നിധ്യവും ആ കടന്നു വരുന്ന ദൈവസാന്നിധ്യത്തെ അവിടെ കൂടിയിരിക്കുന്നവർ തിരിച്ചറിയുകയും ചെയ്യുന്നതാണ് ആ ശുശ്രൂഷകളുടെ ഏറ്റവും മഹത്വകരമായ കാര്യം. തുടർന്നുള്ള ചില സമയങ്ങൾ നമ്മൾ ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കാൻ പോവുകയാണ്. കർത്താവിനോട് പറയാം, ദൈവമേ, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവേ. എല്ലാവരും ആ കണ്ണുകളൊന്ന് ദൈവസന്നിധിയിൽ അടയ്ക്കാമോ? എല്ലാവരും കണ്ണുകളൊന്ന് അടയ്ക്കാമോ? ആത്മാർത്ഥമായി കർത്താവിനോടൊന്ന് പറയാമോ? അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവേ. ഭക്തന്മാരുടെ പ്രാർത്ഥനാ മുറികളിൽ ഇറങ്ങിച്ചെന്ന അങ്ങയുടെ സാന്നിധ്യം, പർവ്വതത്തിന്റെ മുകളിൽ മോശ അനുഭവിച്ച അങ്ങയുടെ സാന്നിധ്യം, പലപ്പോഴും ഞങ്ങളുടെ യാത്രകളിലും ഞങ്ങളുടെ പ്രാർത്ഥനാ മുറികളിലും ഞങ്ങൾ അനുഭവിച്ച അങ്ങയുടെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് ഞങ്ങൾക്ക് അനുഭവിക്കണം കർത്താവേ. ആത്മാർത്ഥമായി കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. താളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ. ചേർന്നൊന്ന് പറയാമോ? എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. താളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോ. ചേർന്നൊന്ന് പാടാം. ആശ്രയിപ്പാൻ, ആശ്രയിപ്പാൻ
എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ. ചേർന്നൊന്ന് പാടിയാട്ടെ. എനിക്കെന്നും സർവശക്തൻ ഉറപ്പോടെ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ എന്നെ കരുതും എന്നും പുലർത്തും എൻ്റെ ആവശ്യം എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും എന്നും പുലർത്തും എൻ്റെ ആവശ്യം എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ഓ ആശ്രയിപ്പാൻ എനിക്കും. ചേർന്നത് പാടിയാട്ടെ. സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്ക് സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശ. ഓ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ ചേർന്നൊന്ന് പാടിയാട്ടെ. നന്ദിയോടെ ഞാൻ പാടി വാഴ്ത്തുമേ. ഓ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിയിടുമേ. നന്ദിയോടെ ഞാൻ പാടിയിടുമേ. നന്ദിയോടെ ഞാൻ പാടിയിടുമേ. നല്ല ദൈവമേ, അങ്ങയെ പാടി സ്തുതിക്കുവാൻ അങ്ങ് നൽകിയ നല്ല കൃപയ്ക്കായി നന്ദി. തുടർന്നുള്ള ശുശ്രൂഷകളെ അങ്ങ് അനുഗ്രഹിക്കണം, മാനിക്കണം. മുഴുവൻ മഹത്വം അങ്ങേക്ക് തരുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഈ ഓഡിറ്റോറിയത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ട്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളെ കർത്താവ് അവരുടെ ബാല്യം മുതൽ ദൈവം സൂക്ഷിച്ചു.
അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുത്തു, അവർക്ക് ആവശ്യമായ ജോലി കൊടുത്തു. അവരുടെ ഭാവിയുടെ സമയത്ത് ദൈവസേനയിൽ ദൈവജനം അവരുടെ മാതാപിതാക്കളും പ്രാർത്ഥിച്ച് തക്ക സമയത്ത് ഇങ്ങനൊരു ക്രമീകരണത്തേക്ക് വരുവാൻ ദൈവം ഇടയാക്കിയല്ലോ. ദൈവത്തിന് എല്ലാം മഹത്വം അർപ്പിക്കുന്നു. ഇന്നത്തെ വിവാഹ നിശ്ചയ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. IPC മാവേലിക്കര ശാലേയ സഭയുടെ മുൻ ശുശ്രൂഷകന്മാരായ പാസ്റ്റർ ജോസ് തോമസ് അവറുകൾ, പാസ്റ്റർ CV ചാക്കോ അവറുകൾ ഇന്ന് ഈ പകൽക്കാലം ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നുണ്ട്. അതുപോലെ പ്രിയ പ്രസാദ് പാസ്റ്റർ, പ്രിയ ജോർജ് കുട്ടി പാസ്റ്റർ, കർത്തൃദാസന്മാരും ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നല്ലോ. മഞ്ഞാടിമുക്ക് AG സഭയുടെ ശുശ്രൂഷകനായ വിശിഷ്യ പ്രിയ ജെയിംസ് പി രാജൻ, പ്രിയ പൈതലിൻ്റെ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജി പാസ്റ്ററും ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്താൽ ദൈവം നമ്മളെല്ലാവരും നിറയ്ക്കട്ടെ. പ്രിയ ജിസ IPC മാവേലിക്കര ശാലേയ സഭയിലെ അനുഗ്രഹീതമായ കുടുംബത്തിലെ ഒരു അംഗമാണ്. വളരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുകയും വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്ന ഒരു പൈതലാണ്. ഉള്ള ജോലിയോടുള്ള ബന്ധത്തിലായിരുന്ന ഇടങ്ങളൊക്കെ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടായിരുന്നു. സഭയും മാതാപിതാക്കളും അവരുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുവാനിടയായി. ദൈവം എല്ലാ നിലയിലും നന്നായി ചെയ്യുന്ന കർത്താവ് അവർക്ക് അനുഗ്രഹമാകട്ടെ. പ്രിയ ജോസ് ബ്രദർ, ഞങ്ങൾ ജോസ് ബ്രദർ എന്ന് വിളിക്കും, ശാമുൽ വർഗീസ് എന്നാണ് ദൈവദാസൻ്റെ ഒഫീഷ്യൽ നെയിം. അദ്ദേഹം സൗദിയിൽ നല്ലൊരു ജോലിയും ഒപ്പം കർത്താവിൻ്റെ വേലയിലും പ്രയോജനപ്പെട്ടിരുന്ന കർത്തൃദാസനായിരുന്നു. ജോലി കഴിഞ്ഞ് ഭവനത്തിലായിരിക്കുമ്പോഴും കർത്താവിൻ്റെ വേലയ്ക്ക് തണലായിരിക്കുന്നു. പ്രിയ ഷീബ സിസ്റ്റർ, അവരുടെ കുടുംബജീവിതത്തെ കർത്താവ് ആദരിച്ച് അവർക്ക് 3 കുഞ്ഞുങ്ങളെയാണ് ദാനം ചെയ്യുവാനിടയായത്. മൂത്ത പൈതലാണ് പ്രജിസ. അവരുടെ വിദ്യാഭ്യാസത്തിന് ശേഷം അവൾ UK ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. കർത്താവ് പൈതലിന് വേണ്ടി തക്ക സമയമായപ്പോൾ അനുഗ്രഹീതമായ ഒരു സഹോദരനെ, ഒരു പൈതലിനെ ഒരുക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജെസ്സയുടെ പ്രിയ ബ്രദറാണ് ജിജോ. അവൻ BTech കഴിഞ്ഞ് ഒരു ജോലിയിലായിരിക്കുന്നു. ദൈവ പൈതലിനെ ഇത്രത്തോളം സഹായിച്ചു. ഇളയ പൈതൽ ജസ്ലിൻ, അവൾക്കും അവളുടെ വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് ശാലേയ സഭയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പോവുകയും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുടുംബമാണ്. എല്ലാ നിലയിലും ദൈവ കുടുംബത്തെ സഹായിച്ചു, അനുഗ്രഹിച്ചു. തക്ക സമയമായപ്പോൾ പ്രാർത്ഥന കേട്ട് അവിടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ക്രമീകരിച്ച് വിവാഹ നിശ്ചയത്തിന് വേണ്ടി കടന്നല്ലോ. എൻ്റെ അറിവനുസരിച്ചൊരു കർത്താവിൻ്റെ ദാസൻ്റെ മകനാണ് പ്രിയ ജെയിംസ് പി രാജൻ. കർത്തൃവേലയിലായിരിക്കുന്ന ഒരു ദൈവദാസൻ്റെ മകനായതുകൊണ്ട് തികച്ചും അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലായിരിക്കും. ആ കുടുംബത്തെ ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യയുണ്ട്. അറിയാം, വിവാഹ നിശ്ചയം നമ്മുടെ ഏതെങ്കിലും ഒരു സഭക്കാരുടെയോ ഒരു പ്രത്യേക ഡിനോമിനേഷൻ്റെയോ ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടായ ഒരു കാര്യമല്ല. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. യോസഫിന് മറിയെ വിവാഹ നിശ്ചയം ചെയ്തിരുന്നു. അപ്പം അന്നേ ഉണ്ടായിരുന്ന വിവാഹ നിശ്ചയം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ദൈവസഭയെ ക്രിസ്തുവാകുന്ന മണവാളന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു നിശ്ചയത്തെക്കുറിച്ച് പറയുന്നു. ഇന്ന് ബാഹ്യമായ ഒരു വിവാഹ നിശ്ചയം നമ്മളോട് നടക്കുന്നു. ഒരു ചടങ്ങായി കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ തന്നെ ഒരു യഥാർത്ഥമായ അല്ലെങ്കിൽ ശരിയായ അല്ലെങ്കിൽ ദൈവസഭയുടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ക്രിസ്തുവാകുന്ന മണവാളൻ്റെ ഒരു വിവാഹം, കുഞ്ഞാടിൻ്റെ കല്യാണം എത്രയും വേഗം വരുവാൻ പോകുകയാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നിശ്ചയം നടക്കും. നല്ല ഫുഡ് നമ്മൾ കഴിക്കും, സന്തോഷത്തോടെ പോകും, അടുത്ത ദിവസം വിവാഹം നടക്കും. ഇതൊക്കെ വെറും താൽക്കാലികം മാത്രമാണ്. പക്ഷേ നിത്യമായൊരു വിവാഹം ഇനി നടക്കുവാനുണ്ട്, കുഞ്ഞാടിൻ്റെ കല്യാണം. ഇന്നൊരു പക്ഷേ ഇവിടെ കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ആ കല്യാണ സദ്യയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ അല്ലെങ്കിൽ ആ മണവാട്ടി പദത്തിന് വേണ്ടി ഒരുങ്ങാത്തവരുണ്ടെങ്കിൽ അതൊരു നല്ല അവസരമായി നിങ്ങൾക്കിതൊരു അവസരമാണ്. കർത്താവ് നമ്മളെ ധാരാളം സഹായിക്കട്ടെ. നമുക്ക് ഔപചാരികമായ ഒരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സന്തോഷമുള്ളവരൊക്കെ ഒന്ന് സന്തോഷത്തോടെ, നമുക്ക് ആർക്കെങ്കിലും അസൂയുണ്ടോ? ഇല്ലല്ലോ. എന്തിനാ നമ്മൾ ഇത്ര ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്നത്? വളരെ സന്തോഷത്തോടെ നമുക്കായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുന്നത് നമുക്ക് എനിക്ക് സന്തോഷമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളെ എന്തിനാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്? പ്രിയ ജിസയുടെ പിതാവ് മുമ്പോട്ട് വന്ന് ഇപ്പോൾ നമ്മളെ ഓർപ്പിക്കുന്നതായിരിക്കും. ദൈവനാമത്തിന് സ്തോത്രം. സ്റ്റേജിലായിരിക്കുന്ന കർത്തൃദാസന്മാർക്ക് ശേഷാൽ നന്ദി പറയുന്നു. ഇന്ന് നമ്മളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒന്നറിയിക്കുകയാണ്. എൻ്റെ മകൾ ജിസമോളും പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏനാത്ത് വില്ലേജിൽ ഏഴംകുളം പഞ്ചായത്തിൽ പുളിമൂട്ടിൽ താഴത്തിൽ വീട്ടിൽ പാസ്റ്റർ രാജൻ വൈപിയുടെയും സിസ്റ്റർ ബക്കി രാജൻ്റെയും മകൻ ജെയിംസ് രാജനുമായുള്ള വിവാഹ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇരു കുടുംബവും ഒരു ധാരണയിലെത്തിയിരിക്കുകയാണ്.
അതിൻ്റെ ഒരു പൂർത്തീകരണത്തിനായിട്ടാണ് നമ്മളെ സഹോദരങ്ങളെ എല്ലാവരെയും ഇന്ന് പകൽക്കാലം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അവരുടെ കാര്യം ഒരു പ്രസ്താവിച്ചു കഴിഞ്ഞു. പക്ഷേ നമുക്ക് ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാവരും മുഖം കണ്ടപ്പോൾ തോന്നി, എന്ത് ഈ ചെറുക്കനും വേണ്ടി ഒന്ന് കാണണ്ടായോ? നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹപ്രകാരം അവരെ ഒന്ന് കാണാൻ വേണ്ടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ആ വീട്ടുകാരെന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കും. അവരുടെ വിവാഹത്തെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ എന്നാണ് ഡേറ്റ് ആ കർത്തൃദാസൻ മുമ്പോട്ടൊന്ന് അറിയിക്കും. വേദിയിലായിരിക്കുന്ന ദേവദാസന്മാർ, സദസ്സിലായിരിക്കുന്ന ദേവദാസന്മാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ദൈവത്തിന് മഹത്വം. ദൈവവേദമായാൽ എൻ്റെ സഹോദരനും മഞ്ചാടിമുക്ക് AG സഭാംഗവുമായ കൈതപ്പറമ്പ് പുളിമൂട്ടിൽ താഴെതിൽ പാസ്റ്റർ PY രാജൻ്റെയും ബെക്കി രാജൻ്റെയും മകൻ ജെയിംസ് P രാജനും മാവേലിക്കര IPC അംഗമായ വടക്കേടത്ത് പിനിയേലിൽ സഹോദരൻ ശാമുവേൽ വർഗീസിൻ്റെയും ഷീബ ശമുവേലിൻ്റെയും മകൾ ജിസായൻ ശാമുവേൽ തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2025 മാർച്ച് മാസം 22-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മഞ്ചാടിമുക്ക് AG സഭയുടെ ആഭിമുഖ്യത്തിൽ പത്തനാപുരം ക്രൗൺ ഓഡിറ്റോറിയം സെൻറ്ററിൻ്റെ വെച്ച് നടത്താനാണ് ഞങ്ങൾ ഇരു കുടുംബങ്ങളും ധാരണയിൽ ആയിരിക്കുന്നത്. അവർ തമ്മിലൊരു ധാരണയിൽ എത്തിയിരിക്കുന്നതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ അനുഭവത്തോടെ കുറി എഴുതുന്നതായിരിക്കും. ആ സന്ദർഭത്തിൽ കൊയർ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുകയും കുറി എഴുതുകയും 2 സഭകളിൽ നിന്ന് 2 പ്രതിപുരുഷന്മാർ പിതാവേ മാതാവേ ജിസ ജെയിംസ് മുമ്പോട്ടൊന്ന് ഇതിനകത്ത് ഒപ്പിടുന്നതായിരിക്കും. ശാലേം സഭയുടെ സെക്രട്ടറി ഇവിടെ സഭാമധ്യയെ എഴുതിയ കുറി ഇവിടെ വായിക്കുന്നതാണ് പൊതു അറിവിന് വേണ്ടി. പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏനാത്ത് വില്ലേജിൽ പുളിമുട്ടിൽ താഴത്തിൽ വീട്ടിൽ പാസ്റ്റർ രാജൻ PYയുടെയും ബെക്കി രാജൻ ദമ്പതികളുടെയും മഞ്ഞാടിമൂട് AG സഭാംഗമായ ജെയിംസ് P രാജനും ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ തഴക്കര വില്ലേജിൽ വടക്കേത് പെനിയേൽ വീട്ടിൽ സാമുവേൽ V വർഗീസിൻ്റെയും ഷീബ സാമുവേൽ ദമ്പതികളുടെയും IPC മാവേലിക്കര ശാലയും സഭാംഗമായ ജിസ അന്ന സാമുവേലും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2025 ആണ്ട് മാർച്ച് മാസം 22-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മഞ്ഞാടിമൂട് AG സഭയുടെ ചുമതലയിൽ പത്തനാപുരം ക്രൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി വരൻ്റെ വീട്ടിൽ ഗൃഹപ്രവേശനം നടത്തുക. ഇന്നേ ദിവസം വേണ്ടപ്പെട്ടവർ കൂടി ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നു. സാക്ഷികൾ, സഭാ പാസ്റ്റർമാർ, മാതാപിതാക്കൾ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. കുറി മാറാനുള്ള പ്രിയപ്പെട്ടവർ ദയവായി കൊടുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തിൻ്റെ കുറി മാറുവാൻ ഇടയായി തീർന്നു. എല്ലാം നമ്മൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ചെയ്യുന്നത്. വചനമാണ് നമ്മുടെ ജീവിതത്തിന് ആധാരമായിരിക്കുന്നത്. ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ആഴക്കുഴിച്ചു പാറമേൽ അടിസ്ഥാനമിട്ട വീട് പണിത മനുഷ്യനോട് തുല്യനായിത്തീരും. വചനമാണ് നമുക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. ഒരല്പസമയം, ഒരുപക്ഷെ ചിന്തിച്ചേക്കാം നിങ്ങൾക്കെല്ലാം പ്രസംഗം മാത്രമേ ഉള്ളൂ അല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരല്പസമയം ദൈവവചനം കേട്ട് നമുക്ക് ചിന്തിക്കുവാനുള്ള ഒരവസരമാണ്. ശാലേസഭയുടെ മുൻ ശുശ്രൂഷകനായ പാസ്റ്റർ ജോസ് തോമസ് അവர்கள் ഒരല്പസമയം ദൈവവചനം സംസാരിക്കും. വന്ദ്യനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ നാമം ഈ അനുഗ്രഹീത അവസരത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവിതത്തിൻ്റെ പുതിയ വാതായനത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവത്താൽ നിയോഗിതരായ
പ്രിയ ജിസ, ജെയിംസ്, ഇരുവരുടെയും മാതാപിതാക്കൾ ഈ അനുഗ്രഹീത ആത്മീക ശുശ്രൂഷയ്ക്ക് അധ്യക്ഷപദം അലങ്കരിക്കുന്ന മാവേലിക്കര ശാലേം സഭയുടെ ആത്മീക അധ്യക്ഷൻ പാസ്റ്റർ ജെയിംസ് അവറുകൾ, ഈ വേദിയിൽ ആയിരിക്കുന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാർ പാസ്റ്റർ റെജി, പാസ്റ്റർ സി വി ചാക്കോ, പാസ്റ്റർ പ്രസാദ്, പാസ്റ്റർ ജെയിംസ്, സദസ്സിലായിരിക്കുന്ന കർത്തൃദാസന്മാർ, ഇരുവരുടെയും ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, ചർച്ചക്കാർ, ദൈവസഭാ മക്കൾ, അനുഗ്രഹീത ആത്മീക ശുശ്രൂഷയിൽ സംഗീതത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് സ്വർഗസാന്നിധ്യത്തെ ഹൃദയത്തിലേക്ക് പകരുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങൾ, എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ശുശ്രൂഷയിൽ ഞാനും ആയിരിക്കുന്നത്. എൻ്റെ ഓർമ്മയുടെ ചെപ്പുകളിൽ തെറ്റുപറ്റുന്നില്ലെങ്കിൽ ഏതാണ്ട് 2007 ഈ കുടുംബമായി, പ്രിയ ജോസ് ബ്രദറിൻ്റെ കുടുംബമായി പരിചയപ്പെടുവാൻ കർത്താവ് അവസരം ഒരുക്കിയത്. മാവേലിക്കര ശാലേം സഭയിൽ ഞങ്ങൾ കുടുംബമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്ന കാലയളവിലാണ് ഈ പ്രിയ കുടുംബം ശാലേം സഭയോട് ചേർന്ന് ആരാധനയിൽ പങ്കുകൊള്ളുവാൻ അടുത്ത് വന്നത്. അന്ന് പ്രിയ സഹോദരൻ വിദേശത്തായിരുന്നു. പ്രിയ സിസ്റ്റർ ഷീബ, ദൈവം അവർക്ക് നൽകിക്കൊടുത്ത 3 കുഞ്ഞുങ്ങൾ ജിസ, ജിജോ ആൻഡ് ജസ്ലി. ആ കാലത്താണ് പ്രിയ ജിസ വിശ്വാസ സ്നാനം സ്വീകരിപ്പാൻ ഇടയായി തീർന്നത്. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. വചനത്തിൻ്റെ ഭാഗങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പല സംശയങ്ങളൊക്കെ സാധാരണ യുവജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചോദിച്ചതിന് മറുപടിയൊക്കെ കൊടുത്ത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസ സത്യം സ്വീകരിപ്പാൻ ഇടയായി തീർന്നത് ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു. ശുശ്രൂഷയുടെ ഉള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളിൽ കടന്നുപോയിട്ടും പലപ്പോഴും ടെലഫോണിലൂടെയും ഇന്നത്തെ മീഡിയാസിലൂടെയൊക്കെ പല ആവർത്തികൾ പല നിലകളിൽ ദൈവികമായ കാര്യങ്ങൾ പങ്കുവെപ്പാൻ ദൈവം അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. ഈ ശ്രേഷ്ഠമായ പദവിയിലേക്ക് മാതാപിതാക്കളുടെയും ദൈവസഭയുടെയും ഒക്കെ ആരവത്തോടുകൂടി ആനയിക്കപ്പെടുവാൻ ദൈവം അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുത്തൻ തലമുറയിൽ ഇതൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു കാലമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം ഈ ശ്രേഷ്ഠമായ അവസരത്തിലേക്ക് പ്രിയ മക്കളെ ഒരുക്കിയല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക ജിസയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട പ്രിയ ബ്രദർ ജെയിംസ് ഒരു കർത്തവ്യത്തിൻ്റെ മകനാണെന്ന് കേട്ടതിൽ അതിയായി സന്തോഷിക്കുന്നു. പ്രേക്ഷിത ദൗത്യ രംഗത്ത് കർത്താവിന് വേണ്ടി പോരാടുന്ന ഒരു ദൈവവൃത്തൻ്റെ മകൻ തീർച്ചയായിട്ടും ഫെയ്ത്തോമും ക്രിസ്തീയ പ്രവർത്തനവും ആത്മീയ ജീവിതമൊക്കെ എന്തെന്ന് പല വ്യക്തികളിൽ നിന്നും മനസ്സിലാക്കി ജീവിതത്തെ പടുത്തുയർത്തിയ വ്യക്തിയായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇവർ തമ്മിൽ ഇന്ന് ഇവിടെ വെച്ച് വിവാഹം നിശ്ചയിക്കപ്പെട്ട നാം കാത്തിരിക്കുന്ന ദിവസത്തിൽ ആ വിവാഹം ഏറ്റവും അനുഗ്രഹമായി നടപ്പാൻ നല്ല പ്രാർത്ഥന വീണ്ടും നമുക്ക് അർപ്പിക്കുവാൻ കഴിയട്ടെ. മനുഷ്യന് ദൈവം ഒരു ജീവിതം മാത്രമേ നൽകിയിട്ടുള്ളൂ. ജീവിതയാത്രയിൽ ഒരുപക്ഷെങ്കിൽ തിരഞ്ഞെടുപ്പിനുള്ള നല്ല അവസരങ്ങൾ ദൈവം നമുക്ക് മുൻപിൽ നൽകിത്തരും. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നത്, വചനത്തിലൂടെ നാം പഠിക്കുന്നത്, പ്രിയ കർത്തൃദാസന് ഉരുവിട്ടതുപോലെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ദൈവസഭയെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ചിത്രീകരിച്ചുകൊണ്ട് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ വലിയ തൻ്റെ സന്ദേശം അറിയിച്ചതിനെ ഇവിടെ ഉച്ചരിക്കപ്പെടുവാൻ ഇടയായി തീർന്നല്ലോ. നാം ഓർത്തുകൊള്ളണം, ഇന്ന് ഈ പ്രിയമുള്ള കുഞ്ഞുങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു. ആയതുകൊണ്ട് യേശു കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ അവരുടെ വിവാഹദിനം ആ വിവാഹം നടക്കും. ഇതുപോലെ നാം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്, യേശു കർത്താവ് മണവാട്ടിയാകുന്ന സഭയെ ചേർപ്പാൻ മധ്യ ആകാശത്തിൽ വരും. കേവലം ക്രിസ്ത്യാനിയെ എന്ന് മാത്രം പറയുവാൻ ഒക്കില്ല. വേർതിരിക്കപ്പെട്ടവരെ ചേർക്കുവാൻ വേണ്ടി വരുന്ന ക്രിസ്തുനാഥൻ ഒരു മണവാളനായിരിക്കുമ്പോൾ ആ മണവാട്ടി പദം ഏറ്റെടുക്കേണ്ടത് ഒരുങ്ങി കാത്തിരിക്കുന്ന നാം ഓരോരുത്തരുമാണ്. അതിനുവേണ്ടി ആഹ്വാനം ചെയ്തതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. വിവാഹം എന്ന് പറയുന്നത് നിശ്ചയിക്കപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ
വിശുദ്ധ വേദപുസ്തകം ഇതിനെ 3 പദങ്ങളിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട്. ഒന്ന്, ഇത് ഒരു മർമ്മമാണ്. 2, വിവാഹം എന്ന് പറയുന്നത് ഒരു കർമ്മമാണ്. വിവാഹം എന്ന് പറയുന്നത് ഒരു ധർമ്മമാണ്. ഈ ലോകത്തിലേക്ക് ദൈവം സൃഷ്ടിച്ചാക്കിയ മനുഷ്യന്, സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യന് ദൈവം കൊടുക്കുന്ന ചുരുങ്ങിയ കാലയളവ്, ഒരുപക്ഷെങ്കിൽ നമ്മൾ പറഞ്ഞേക്കാം 80 90 എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ദൈവത്തിന് മുൻപിൽ അതൊക്കെ ചെറിയ ചെറിയ കാലം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ചുരുങ്ങിയ ഈ കാലയളവ് ദൈവം നമുക്ക് നൽകി തരുമ്പോൾ കൂട്ടിച്ചേർപ്പാൻ ഒന്നുകിൽ ഒരു സ്ത്രീ പുരുഷനോടൊപ്പം, അല്ല സ്ത്രീയോടൊപ്പം ഒരു പുരുഷൻ, തക്ക തുണയെന്നും വിശ്രാമമെന്നുമുള്ള 2 പദങ്ങളെ ഈ 2 വ്യക്തിത്വങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ജീവിത കാലയളവിൽ കൂട്ടിച്ചേർപ്പാൻ ദൈവം തരുന്ന ഒരു വിശ്രാമമോ ഒരു തക്ക തുണയോ നമ്മോടൊപ്പം ആയിരിക്കുമ്പോൾ നാം ഓർത്തുകൊള്ളണം, മനുഷ്യനായി മൺജീവിതത്തിൽ മണ്ണിൽ ജീവിക്കുന്ന എല്ലാവരും അതിൻ്റെ മുൻപിൽ ജീവിക്കപ്പെടുമ്പോൾ കർമ്മമണ്ഡലത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കാലങ്ങൾ നാം ഉറങ്ങിക്കിടക്കാനല്ല, നിശബ്ദരായിരിക്കാനല്ല, തന്നിരിക്കുന്ന അവസ്ഥയ്ക്കനുസരിച്ച് ദൈവം നമുക്ക് തരുന്ന ശാരീരിക, മാനസിക, ആത്മീക തലങ്ങൾക്കനുസരിച്ച് നാം നമ്മുടെ കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു മണവാളന്, ഇന്ന് മണവാളനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രിയ ജെയിംസിന് ഒരു കർമ്മമണ്ഡലമുണ്ട്. മണവാട്ടിയായി തീർന്നിരിക്കുന്ന പ്രിയ ജിസയ്ക്ക് ഒരു കർമ്മമണ്ഡലമുണ്ട്. ഓർത്തുകൊള്ളണം, ആ കർമ്മമണ്ഡലത്തിൻ്റെ കൃത്യങ്ങൾ കൃത്യമായി നിർവഹിപ്പാൻ വചനാടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റെടുപ്പാൻ കഴിയണം. എനിക്കറിയാം, ഈ പ്രിയ കുഞ്ഞുങ്ങളെ വചനം പറഞ്ഞ് പഠിപ്പിക്കേണ്ട വലിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം ബാല്യപ്രായം മുതൽ ദൈവത്തിൻ്റെ വചനം സൺഡേ സ്കൂളിലും ആരാധനാലയത്തിലെ വിവിധ ആത്മീയ കൂട്ടങ്ങളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയവരാണ്. നന്നായി ഞാൻ മനസ്സിലാക്കുന്നു, പ്രിയ ജിസയ്ക്ക് നല്ല നിലയിൽ വചനം പഠിപ്പാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂളിലാണെങ്കിലും PYPയിലാണെങ്കിലും നല്ല നിലവാരം പുലർത്തിയ ഒരു പൈതലാണെന്ന് സാക്ഷിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഏതാണ്ട് 4 വർഷം ഈ സഭയുടെ ശുശ്രൂഷ നിർവഹിപ്പാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കിയിരുന്നു. അക്കാലങ്ങളിൽ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആയതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് അടർത്തിയെടുപ്പാൻ കഴിയുന്ന അമൂല്യമായ ഭാഗങ്ങൾ ജീവിതത്തിൽ കർമ്മമണ്ഡലത്തിലേക്ക്, പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ദൈവം വചനത്തിലൂടെ നൽകി തന്നിരിക്കുന്ന ചില ധർമ്മങ്ങളുണ്ട്. ഭാര്യ ചെയ്യേണ്ടത്, ഭർത്താവ് ചെയ്യേണ്ടത്, ഭാര്യയാകുവാൻ പോകുന്ന പ്രിയ ജിസ ചെയ്യേണ്ടത്, ഭർത്താവാകുവാൻ പോകുന്ന പ്രിയ ജെയിംസ് ചെയ്യേണ്ടത്. ഈ പദവി ഏറ്റെടുത്തിരിക്കുന്ന ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന സദസ്സിലുള്ള എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല, ഇടയ്ക്ക് വിട്ടുപോയെങ്കിൽ, മറന്നുപോയെങ്കിൽ വീണ്ടും ഒന്ന് പകർത്തിയെടുപ്പാൻ കഴിയുന്ന ശ്രേഷ്ഠമായ ധർമ്മങ്ങൾ ഓർത്തുകൊള്ളണം. കടപ്പാടുകൾ എന്നുള്ള വാക്കുകൾ കൊണ്ട് പലപ്പോഴും വിവാഹവേദിയിൽ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. എന്നാൽ അതിനെ കേവലം കടപ്പാട് എന്ന് പറഞ്ഞ് മാത്രം തള്ളിവിടുവാൻ ഒക്കത്തില്ല. കീഴ്പ്പെടുകയും അനുസരിക്കുകയും ഭയപ്പെടുകയും സ്നേഹിക്കുകയും പോറ്റിപ്പുലർത്തുകയും ബഹുമാനിക്കുകയും കയ്പോടെ ഇരിക്കാതെ നല്ല നിലകളിൽ ഇരിക്കുകയും ചെയ്യണമെന്ന് വേദപുസ്തകം പറഞ്ഞു തരുന്നെങ്കിൽ ജീവിതത്തിൽ പ്രകടമാക്കേണ്ട ശ്രേഷ്ഠ ധർമ്മങ്ങളാണ് അതെന്ന് നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ കർമ്മമുണ്ടെങ്കിൽ, കർമ്മപദത്തിൽ ചെല്ലുവാൻ കഴിയുന്നെങ്കിൽ മാത്രമേ ഒരു ധർമ്മം മനുഷ്യകുലത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ കർമ്മമുണ്ടെങ്കിൽ, ധർമ്മമുണ്ടെങ്കിൽ അതിന് പിൻപിൽ ഒരു മർമ്മവുമുണ്ട്. ആ മർമ്മമാണ് ഇവിടെ അല്പം മുൻപ് പ്രസ്താവിക്കുവാനിടയായി തീർന്നത്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ ഒരുവനെ നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തി തന്നു. അത് ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, യേശുക്രിസ്തുവാകുന്ന കുഞ്ഞാടാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിലൂടെ ദർശനം പ്രാപിച്ച യോഹന്നാൻ അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞത്, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും താൻ ഒരുക്കിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, കുഞ്ഞാടിൻ്റെ കല്യാണത്തിനുള്ള ദിവസം ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഒരു മർമ്മം അത് വിളിച്ചു പറയുന്നു. അല്പദിനങ്ങൾ കഴിയുമ്പോൾ ഇവർ ഭർത്താവും ഭാര്യയുമായി തീരുന്നു. ചില നാളുകൾക്ക് മുൻപ് നാമൊക്കെയും അങ്ങനെയായി തീർന്നിട്ടുണ്ട്. ഇനിയും
ആകുവാൻ ഉള്ളവരുണ്ട്. നമ്മുടെ ജിജോയെ പോലെ, ജസലിനെ പോലെയൊക്കെ ഈ കുടുംബത്തിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന അനേകം പേർ ഒരു പക്ഷെങ്കിൽ ഈ സദസ്സിലും ഉണ്ടായിരിക്കും. ഓർത്തുകൊള്ളണം, നാം വെയിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ, പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ, അനുഭവിക്കുന്നത് പോലെ നമ്മുടെ അരുമനാഥനായ മണവാളൻ നമ്മെ വേളി കഴിപ്പാൻ മധ്യാകാശത്തിൽ വരുമ്പോൾ ഒരുങ്ങിയിരിക്കുന്ന കാന്തയെ മാത്രം ചേർക്കുവാൻ വേണ്ടിയാ വരുന്നത്. നിശ്ചയിക്കപ്പെട്ട ആ മണവാട്ടിയെ മാത്രം ചേർക്കുവാൻ വേണ്ടിയാ വന്നിരിക്കുന്നത്. ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ ഇന്ന് പകലിൽ ഉച്ചൈശ്വരം ഘോഷിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഇതുവരെ ആ പദവി ഏറ്റെടുപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് ഈ നിശ്ചയ ശുശ്രൂഷയ്ക്ക് നമ്മൾ സാക്ഷ്യമരുളുന്നു. അല്പ ദിവസങ്ങൾ കഴിയുമ്പോൾ വിവാഹ ശുശ്രൂഷയ്ക്കും നാം ഒക്കെ ഒരുപക്ഷെങ്കിൽ സാക്ഷ്യം അരുളുവാൻ ഇടയായിത്തീരും. എന്നാൽ ഒരു ഭാഗമായി തീരുവാൻ കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഭാഗമായി തീരുവാനുള്ള ഏറ്റവും നല്ല സമയം ഇതാണ്. ക്രിസ്തുവുമായിട്ടുള്ള ആ നല്ല ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ശ്രേഷ്ഠമായ ആ ഒരു പദവിയിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, വിവാഹം എല്ലാവർക്കും മാന്യമാ. അങ്ങനെയെങ്കിൽ ക്രിസ്തുവാകുന്ന മണവാളനുമായിട്ടുള്ള ആ വിവാഹം മണവാട്ടി പദവി ഏറ്റെടുത്തുകൊണ്ട് ശ്രേഷ്ഠമായൊരു നിലയിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം നമ്മെ എല്ലാവരെ കുറിച്ചും ആഗ്രഹിക്കുന്നു. ആയതുകൊണ്ട് ശ്രേഷ്ഠമായ പദവിയിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടും, വിശേഷാൽ പ്രിയ ജെയിംസിനും പ്രിയ ജിസയ്ക്കും ദൈവം എല്ലാവിധമായ അനുഗ്രഹ ആശംസകളും കലവറയില്ലാത്ത നന്മകൾ, സ്വർഗീയ നന്മകൾ അളവില്ലാതെ പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധമായ ആശംസകൾ അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സമയം അനുവദിച്ച കർത്തൃദാസനോടും കുടുംബത്തോടും നന്ദി അറിയിക്കുന്നു. ദൈവം ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാം കേട്ട ദൈവവചന പ്രകാരം മുൻപോട്ട് ജീവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ കൊയർ ഗാനം ലഭിക്കുന്നത് അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ, അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ. സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ, സ്വർഗാദി സ്വർഗവും അങ്ങേ പോലാവില്ലേ. സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ, സ്വർഗാദി സ്വർഗവും അങ്ങേ പോലാവില്ലേ. അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ, അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ യേശുവിന്. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ പ്രാണപ്രിയന്. സ്തുതിയെത്ര ചൊന്നാലും
മതിയാവില്ലേശുവേ സ്വർഗാദി സ്വർഗവും അങ്ങേ പോലാവില്ലേ സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ സ്വർഗാദി സ്വർഗവും അങ്ങേ പോലാവില്ലേ അങ്ങേ ആരാധിക്കുന്നേ അങ്ങേ സ്നേഹിച്ചിടുന്നേ അങ്ങേ ആരാധിക്കുന്നേ അങ്ങേ സ്നേഹിച്ചിടുന്നേ എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ യേശുവിന് എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ പ്രാണപ്രിയന് സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ സ്വർഗാദി സ്വർഗവും അങ്ങേ പോലാവില്ലേ സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ സ്വർഗാദി സ്വർഗവും അങ്ങേ പോലാവില്ലേ അങ്ങേ ആരാധിക്കുന്നേ അങ്ങേ സ്നേഹിച്ചിടുന്നേ അങ്ങേ ആരാധിക്കുന്നേ അങ്ങേ സ്നേഹിച്ചിടുന്നേ. വളരെ മനോഹരമായൊരു ഗാനം കേൾപ്പാൻ സഹായിച്ചല്ലോ. കർത്താവിൻ്റെ ദാസന്മാരെ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഒന്ന് രണ്ട് പേർക്ക് ആശംസയ്ക്കുള്ള സമയം കൊടുത്തിട്ടുണ്ട്. APC മാവേലിക്കര ശാലയും സഭയെ പ്രതികരിച്ച് MI തോമസ്, പത്തനാപുരം നടന്ന തോമസ് PC, രണ്ടുപേര് 1 മിനിറ്റോ 2 മിനിറ്റോ മുൻപോട്ട് വന്ന് ആശംസ അറിയിക്കും. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാകട്ടെ. ഇന്ന് സ്വർഗീയ പദ്ധതി, ഭൂമിയിലെ ഒരു ദൈവിക ഭവനം കൂടി ഉടലെടുക്കുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുന്ന ദിവസമാകിയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആയതിലേക്ക് മാവേലിക്കരയിൽ നിന്ന് പ്രിയ ജിസയും അടൂരിൽ നിന്ന് പ്രിയ ജെയിംസ് ബ്രദനെയും തിരഞ്ഞെടുത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജിസ മാവേലിക്കര IPC ശാലയം സഭയിൽ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അധ്യാപകനും ഹെഡ് മാസ്റ്ററുമായിരുന്നു. പ്രിയ ജിസയുടെ പരമാർത്ഥത, ആത്മാർത്ഥത, ദൈവീയ ഭയം, ഒരു നല്ല ഉത്തമ ഭാര്യയ്ക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ട് എന്ന് പറയുന്നതിന് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ പ്രിയ ജെയിംസിനും എല്ലാ ഗുണങ്ങളും നിറഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത 25-ാം തീയതി നടക്കാൻ പോകുന്ന വിവാഹ ശുശ്രൂഷ, 22-ാം തീയതി നടക്കാൻ പോകുന്ന വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അംശങ്ങളും നേർന്നുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ ജെയിംസിൻ്റെയും ജിസയുടെയും വിവാഹ നിശ്ചയത്തിൻ്റെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിപ്പാൻ എനിക്കും ഒരവസരം ലഭ്യമായതിൽ അത്യധികമായ ചാരിതാർത്ഥ്യമുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഈ മോളുടെ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി. എനിക്കൊരു മോളേ ഉള്ളൂ, അവളുടെ പേര് ജിസ എന്നാണ്. അപ്പോൾ ജിസ എന്ന ഈ കുഞ്ഞിൻ്റെ പേര് കേട്ടപ്പോൾ വലിയ ആഹ്ലാദം എൻ്റെ ഉള്ളിൽ ഉണ്ടായി. ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ആശംസ പറയുന്നെങ്കിലും ജെയിംസിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ജെയിംസിൻ്റെ ജ്യേഷ്ഠൻ
ജോൺസ് വിവാഹം കഴിച്ചിരിക്കുന്നത് എൻ്റെ ഇളയ അളിയൻ പോലീസ് മത്തായിയുടെ മൂത്ത മകൾ ഫേബയാണ്. അന്നു മുതൽ ഈ കുടുംബമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്താൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു സീനിയർ ശുശ്രൂഷകനായ നല്ല ട്രാക്ക് റെക്കോർഡുള്ള കർത്താവിൻ രാജൻ ഫസ്റ്റ് PY രാജൻ എൻ്റെ സ്നേഹിതനാണ്. ഒരുപാട് ഇടങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുടുംബമായിട്ട് അടുത്ത് ബന്ധം പുലർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാൻ കഴിയാത്ത ഒരു കാര്യം കൂടെ ഞാനിപ്പോൾ പറയാം. പ്രിയ ജെയിംസ് ഒരു അനുഗ്രഹീത പാട്ടുകാരനാണ്, വർഷിപ്പ് ലീഡറാണ്. ജെയിംസ് മാത്രമല്ല, ജെയിംസിൻ്റെ ജ്യേഷ്ഠൻ ജോൺസും നല്ല വർഷിപ്പ് ലീഡറാണ്. അവർ 3 പേരും നല്ല പാട്ടുകാരാണ്. ഞാനിവിടെ ഇരുന്നപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് കൗതുകം തോന്നിയ ഒരു കാര്യമുണ്ട്. ഇവർ ഈ പേരുകൾ എങ്ങനെ ഒപ്പിച്ചെടുത്തു എന്ന്. ജോൺസ്, ജെയിംസ്, ജെയ്സി, ജിസ, ജിജോ, ജെസ്ലിൻ. ജെ എന്ന അക്ഷരങ്ങളുടെ ഒരു സംഗമമാണ്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൂടിച്ചേരുകയാണ്. ഈ ജെയിംസിൻ്റെ ആ വല്യപ്പച്ചനെ നമുക്കാർക്കും വിസ്മരിക്കാൻ ഒക്കുകയില്ല, പ്രത്യേകിച്ചും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭക്കാർക്ക്. ക്രൈസ്തവ ഗാനകൈരളിക്ക് ഒട്ടനവധി ഗാനങ്ങൾ സംഭാവന ചെയ്ത അനുഗ്രഹീതനായ ദൈവവൃത്യൻ പാസ്റ്റർ TC ജോഷുവയുടെ കൊച്ചുമകനാണ് ഈ കൊച്ചു മിടുക്കൻ. ആ അപ്പനുള്ള ആ വല്യപ്പച്ചനുള്ള കഴിവുകൾ ഒട്ടുമുക്കാലും ഈ കുഞ്ഞുങ്ങൾക്കുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കേറെ സന്തോഷകരമാണ്. പെന്തക്കോസ്തുകാരായ നിങ്ങളൊക്കെ ഞായറാഴ്ച ദിവസങ്ങൾ പാടി ആരാധിക്കുന്ന പാട്ടുകളുണ്ടല്ലോ. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും TC ജോഷു പാസ്റ്റർ എഴുതിയ പാട്ടാണ്. യേശുവൻ സങ്കേതം എൻ നിത്യപ്പാറയുമേ, അതിമനോഹരമായ പാട്ട് അദ്ദേഹത്തിൻ്റെതാണ്. എത്രയോ പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒരു 45 വർഷത്തിന് മുമ്പാണ് പരിചയപ്പെടുന്നത്. അദ്ദേഹം വളർന്ന കൊടക്കൽ പോയി ആ സ്ഥലത്ത് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പിന്നീട് തിരുവനന്തപുരത്ത് വന്ന് അദ്ദേഹത്തെ കാണാൻ എനിക്ക് അവസരം ലഭ്യമായിട്ടുണ്ട്. ആ കുടുംബത്തിലെ ഒരു അംഗമാണ് പ്രിയ ജെയിംസ് എന്നതിൽ അത്യധികമായ സന്തോഷമുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ചൊന്നും നമുക്കൊരു ആശങ്കയ്ക്കും അവകാശമില്ല. 2 പേർക്കും നല്ല ആത്മീയ പൈതൃകമുണ്ട്. അത് നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 22-ാം തീയതി കുഞ്ഞുങ്ങളുടെ വിവാഹം അനുഗ്രഹമായി നടക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു അംഗമെന്ന നിലയിൽ ആ സമൂഹത്തിനുള്ള ഞങ്ങളുടെ അനുമോദനം അറിയിക്കുന്നു. ഞാൻ അവരുടെ പ്രസിദ്ധീകരണ വിഭാഗമായ ദൂതൻ മാസികയുടെ മാനേജരാണ്. ഞങ്ങളുടെ പ്രസിദ്ധീകരണ വിഭാഗത്തിൻ്റെയും എല്ലാവിധ അനുമോദനങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കിൽ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആശംസ അറിയിച്ച പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദയവായി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന പ്രിയപ്പെട്ടവരൊക്കെ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 22-ാം തീയതി ആ വിവാഹം ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ, സർവശക്തൻ്റെ സാന്നിധ്യം എന്നും ഉണ്ടാകുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയും പ്രീതി വാത്സല്യമുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. നിറഞ്ഞ ദൈവസാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ അവിടുന്ന് പകരണം. അങ്ങയുടെ വരവ് താമസിച്ചാൽ 22-ാം തീയതി വിവാഹം ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ എല്ലാ ദൈവകൃപയും കൊടുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. 2 മാതാപിതാക്കളെയും അവരുടെ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് സഹായിക്കുവാൻ ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശിഷ്യ കർത്താവെ, അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ നിത്യഭവനത്തിന് വേണ്ടി, ഞങ്ങളുടെ ആത്മമണവാളനായ കർത്താവിന് വേണ്ടി ഒരുങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പകൽക്കാലത്തെ ശുശ്രൂഷ മുഖാന്തരം ഒരുക്കപ്പെടുവാൻ ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവാകുന്ന കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം. ഇവിടെ കൂടപ്പെട്ട എല്ലാ ദൈവമക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങളെ മടക്കി അയക്കണം. ഞങ്ങളുടെ നാമം മഹത്വമെടുക്കണം. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ ഉത്തരമരുളുമാറാകണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നമ്മളെല്ലാവരോടും വിവാഹത്തിന് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളോടും കർത്താവിൻ്റെ വരവ് വരെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടിനും മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
Nobody's growing old together. We've made it easy just to quit. Love has become a negative percentage. Why do we bother to commit? We've got a long list of excuses, ways we try to justify. Well, I propose to you, the truth is, marriage does not have to die. I know you're feeling like it's falling apart, and it can't go on anymore. But God is a God who knows how to heal, so just give it up to the Lord, and He will restore. He said, with this ring I promise, and with I do, she said, forever. But right now, if they're being honest, they don't know if they'll stay together. Let's fast forward to the future. After struggling on their own, they finally figured out they needed Jesus in the middle. Now I'm watching God rebuild their home. I know you're feeling like it's falling apart, and it can't go on anymore. But God is a God who knows how to heal, so just give it up to the Lord, and He will restore. The enemy tries to come and divide, trying to get us to give up the fight. But darkness will always lose out to light, 'cause we've got the power of Christ on our side. I see you growing old together. I pray I find a love like yours. So if you're feeling like it's falling apart, and it can't go on anymore,
whisper of the